യുഎഇയിൽ സാമൂഹിക മാധ്യമങ്ങൾ വഴി തെറ്റിദ്ധരിപ്പിക്കുന്നതും കെട്ടിച്ചമച്ചുമായ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് വിവിധ രാജ്യക്കാരായ 10 പേരെ അറസ്റ്റ് ചെയ്തു. ഇത്തരം പ്രവൃത്തികൾക്ക് 1 വർഷത്തിൽ കുറയാത്ത തടവും 1 ലക്ഷം ദിർഹത്തിൽ കുറയാത്ത പിഴയും ലഭിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഊഹാപോഹങ്ങളില്ലാത്ത അതത് രാജ്യങ്ങളുടെ ഔദ്യോഗിക ഏജൻസികൾ പുറത്തുവിടുന്ന വാർത്തകൾ മാത്രമാണ് ഇവിടെ നൽകുന്നത്. ഇതിൽ ആവേശമില്ല, തികച്ചും ആധികാരികമായ വാർത്തകൾ മാത്രം. യുഎഇയിൽ സൈബർ ആക്രമണം കരുതിയിരിക്കണം. ഡാറ്റ മായ്ക്കാനും സിസ്റ്റങ്ങളെ മനഃപൂർവ്വം തടസ്സപ്പെടുത്താനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഏറ്റവും വിനാശകരമായ വൈപ്പർ മാൽവെയറിൻ്റെ ഭീഷണിയെക്കുറിച്ച് വ്യക്തികളും സ്ഥാപനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് യുഎഇ സൈബർ സുരക്ഷാ കൗൺസിൽ ആവശ്യപ്പെട്ടു. അതീവ വിനാശകരമായ വൈറസുകളിൽ ഒന്നായതുകൊണ്ട് തന്നെ ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ സൈബർ സുരക്ഷാ രീതികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും കൗൺസിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പൊതുജന സുരക്ഷ സംബന്ധിച്ച് യുഎഇ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചു. ദുബായും ഷാർജയും വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടിയന്തര സംഘങ്ങളെ സഹായിക്കുന്നതിനായി കെട്ടിടങ്ങൾ ഒഴിപ്പിക്കൽ നടന്നേക്കാമെന്ന് ദുബായ് സാമ്പത്തിക ടൂറിസം വകുപ്പ് വ്യക്തമാക്കി. അടിയന്തര മുന്നറിയിപ്പുകളോട് ഉടനടി പ്രതികരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അബുദാബിയും ഊന്നി പറയുന്നുണ്ട്. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കത്തിൽ റാസൽ ഖൈമ എല്ലാ ഡ്രോൺ പ്രവർത്തനങ്ങൾക്കും സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ഫുജൈറയിൽ തീപിടുത്തം, ആർക്കും പരിക്കില്ല. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകൾ തടഞ്ഞതിനെ തുടർന്നുള്ള അവശിഷ്ടങ്ങൾ വീണാണ് തീപിടുത്തമുണ്ടായത്. സിവിൽ ഡിഫൻസ് വിഭാഗം ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയതായി ഫുജൈറ മീഡിയ ഓഫീസ് അറിയിച്ചു. എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ന് ഗൾഫ് മേഖലയിലേക്കും തിരിച്ചും ആകെ 80 സർവീസുകൾ നടത്തും. ജിദ്ദയിലേക്കും മസ്കറ്റിലേക്കും ഷെഡ്യൂൾ ചെയ്ത സർവീസുകൾ തുടരുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കറ്റിലേക്കും തിരിച്ചും 8 ഷെഡ്യൂൾ ചെയ്ത വിമാന സർവീസുകളും തുടരുന്നതായി എയർലൈൻ അധികൃതർ അറിയിച്ചു. കൂടാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് കോഴിക്കോട്, മംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് ജിദ്ദയിലേക്കും തിരിച്ചും ഇന്ന് ഓരോ വിമാനം വീതം സർവീസ് നടത്തുന്നുണ്ട്. അതേസമയം ഇന്ന് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും നിലവിൽ യുഎഇയിലേക്ക് സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ US സൈന്യം നശിപ്പിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്ക് പടിഞ്ഞാറൻ തീരത്തെ ഗാർഗ് ദ്വീപിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾ നശിപ്പിച്ചുവെന്നും അടുത്തതായി അവിടുത്തെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യുദ്ധത്തിൽ ഇറാനിൽ മരണസംഖ്യ 1450. തെക്കൻ ലെബനനിലെ ഒരു ആരോഗ്യ കേന്ദ്രത്തിന് നേരെയുള്ള ഇസ്രായേലി ആക്രമണത്തിൽ ഇന്ന് 12 ഡോക്ടർമാർ കൊല്ലപ്പെട്ടു. ഇതോടെ ലെബനനിൽ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 103 കുട്ടികൾ അടക്കം 773. ഇറാനും ശക്തമായി തിരിച്ചടി തുടരുകയാണ്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ബാഗ്ദാദിലെ US എംബസിയിലെ ഒരു ഹെലിപാഡ് തകർന്നതായി ഇറാഖി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഗാർഗ് ദ്വീപിൽ US ആക്രമണം നടത്തിയതോടെ അമേരിക്കൻ ഒളിത്താവളങ്ങൾ തങ്ങളുടെ ന്യായമായ ലക്ഷ്യങ്ങളാണെന്ന് ഇറാൻ. യുഎഇയിലെ ചില നഗരങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനികരുടെ ഷിപ്പിംഗ് തുറമുഖങ്ങളും ഡോക്കുകളും ഒളിത്താവളങ്ങളും അമേരിക്കൻ ശത്രു മിസൈലുകളുടെ ഉത്ഭവസ്ഥാനവും ആക്രമിക്കുമെന്ന് UAE അറിയിച്ചതായും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികളിലൊന്നായ തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നു. സൗദി അറേബ്യയിൽ ഇന്നും ഇറാൻ ആക്രമണം. കിഴക്കൻ പ്രവിശ്യയിലാണ് ഇന്ന് 2 ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായത്. സൗദിയുടെ വിവിധ ഭാഗങ്ങൾക്ക് നേരെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഒരു ബാലിസ്റ്റിക് മിസൈലും 76 ഡ്രോണുകളുമാണ് എത്തിയത്. ഇതെല്ലാം തകർത്തതായി പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഫറോക്ക് പ്രവാസി അസോസിയേഷൻ ഫറോസിയുടെ ഇഫ്താർ സംഗമം ഇന്ന് ദുബായ് സയാസി പോക്ലോ തിയേറ്ററിൽ നടക്കും. ഫറോസിയുടെ വനിതാ വിഭാഗമായ ഫറോഷിയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു.